ടെന്നിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഈ ബിസിനസ് ലേണബിൾ, ടീച്ചബിൾ, ഡ്യൂപ്ലിക്കബിൾ, ഈ 3 സ്റ്റെപ്പിലൂടെ പോകേണ്ട കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ലേൺ, ഡു ആൻഡ് ടീച്ച്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഈ ബിസിനസ് മുഴുവൻ പഠിച്ചു ചെയ്യേണ്ട ബിസിനസ്സാണ്. മുഴുവൻ ബിസിനസ്സും പഠിച്ചു ചെയ്യേണ്ട ബിസിനസ്സാണ്. കാരണം ഞാൻ എന്തുകൊണ്ടെന്ന് പറയാൻ കാരണം ഒരിക്കലും പഠിക്കാതെ ഒരിക്കലും ബിസിനസ് ചെയ്യാൻ പറ്റില്ല. പല മിസ്റ്റേക്കുകൾ നമ്മൾ കാണിക്കും. അപ്പൊ തികച്ചും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം പഠിക്കണം. എവിടെ നിന്നൊക്കെ അറിവുകൾ കിട്ടുന്നുണ്ട് അത് മുഴുവൻ നിങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അത് സീഡുകളിൽ നിന്നും, ബുക്കുകളിൽ നിന്നും, ഫംഗ്ഷനുകളിൽ നിന്നും, പല ലീഡേഴ്സിന്റെ എക്സ്പീരിയൻസുകളിൽ നിന്നും, യൂട്യൂബിൽ നിന്നും, പ്രോഡക്ട്സിന്റെ യൂട്യൂബ് മോട്ടിവേഷണൽ സെഷൻസ്, എവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് അറിവുകൾ നേടാൻ പറ്റും അത് മുഴുവൻ നിങ്ങൾ നേടിയെടുക്കാൻ തയ്യാറാവും. ഈ അറിവുകൾ കിട്ടിയാൽ അത് നമ്മൾ പ്രാവർത്തികമാക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. മറ്റുള്ള ആരെ പഠിപ്പിക്കാൻ കൂടെ നമ്മൾ തയ്യാറാവും. ഈ ബിസിനസ്സിന്റെ 3 പില്ലേഴ്സിന്റെ പോയിന്റ്സ് അതിന് തരുന്നുണ്ട്. നോളജ്, ആക്ഷൻ, കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ, നോളജ്, ആക്ഷൻ. നോളജ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഇല്ല, പക്ഷേ ബിസിനസ് വർക്ക് ചെയ്യില്ല. നോളജ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ആക്ഷൻ ഇല്ല, ഈ ബിസിനസ് വർക്ക് ചെയ്യില്ല. ആക്ഷൻ ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നോളജ് ഇല്ല, ഈ ബിസിനസ് വർക്ക് ചെയ്യില്ല. ഇപ്പൊ നോളജും ആക്ഷനും കമ്മ്യൂണിക്കേഷനും ഒരേപോലെ ഉണ്ടായി വരുമ്പോൾ മാത്രം ഫ്ലറിഷ് ചെയ്യുന്ന ബിസിനസ് ആണ് നമ്മളുടെ. അതുകൊണ്ട് തന്നെ ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു ബിസിനസ്സാണ്. അതുകൊണ്ട് നോളജും ആക്ഷനും കമ്മ്യൂണിക്കേഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സ്റ്റെപ്പ് നമ്പർ 20. ലീഡർഷിപ്പ്. നമ്മുടെ ലീഡർഷിപ്പ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇതെല്ലാം വളരെ ആവശ്യമാണ്. ലീഡർഷിപ്പ് ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ ഒരു കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമുണ്ട്. ഞാൻ ഇന്ന് എന്റെ പ്രോഗ്രാമിൽ ഞാൻ ഒരു സ്റ്റേജിൽ കയറി ഒരു സ്പീക്കറായിട്ട് മാറിയിട്ടുണ്ടോ, എന്നല്ല സ്റ്റേജിൽ കയറി ഒന്ന് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടോ, ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്റെ അപ്ലൈനോടാണ്, സാർ ഇനി ഞാൻ എന്തെങ്കിലും ഇംപ്രൂവ് ചെയ്യാനുണ്ട്. എന്നും നിങ്ങൾ നിങ്ങളുടെ അപ്ലൈനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മെന്ററോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, സാർ ഇനി ഞാൻ എന്തെങ്കിലും ഇംപ്രൂവ് ചെയ്യാനുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങളെ ഒരു വേൾഡ് ക്ലാസ് ലീഡറായിട്ട് മാറ്റിക്കൊണ്ടിരിക്കും. ഒരു സംശയം വേണ്ടത്തിരിക്കുകയാണ്. എന്നെ എന്നും തിരുത്തും, എന്നും ഇംപ്രൂവ് ചെയ്യാനുള്ള പോയിന്റ്സുകൾ എനിക്ക് പലപ്പോഴും പറഞ്ഞു തന്ന വ്യക്തിത്വമാണ് മിസ്റ്റർ ജ്യോതിഷ് കുമാർ സാർ. എനിക്ക് ഏറ്റവും കൂടുതൽ വിസ്തം പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഈ ബിസിനസ്സിന് വേണ്ട എല്ലാ വിസ്തങ്ങളും പറഞ്ഞു തരുന്ന വ്യക്തിയാണ് നമ്മുടെ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഗ്രേറ്റ് മോട്ടിവേഷണൽ സ്പീക്കർ ആയിട്ടുള്ള ഭരതേട്ടൻ. ഭരതേട്ടന്റെ വിസ്തവും ജ്യോതിഷ് കുമാർ സാറിന്റെ ഗൈഡൻസും കൂടെ വന്നതാണ് പല പ്ലാറ്റ്ഫോമിലും സ്റ്റേജിൽ കയറി നിൽക്കാനായിട്ടുള്ള അവസരങ്ങൾ. ഈ 2 ബിഗ് വിഷണറികൾ, നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ഈ 2 വിഷണറികൾ, ഈ 2 ബിഗ് വിഷണറികളെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവർ ഗ്രേറ്റ് ബിലവഡ് വിന്നിംഗ് ടീമിന്റെ പവർ ഹൗസുമായിട്ടുള്ള എസ് പി വേറെ. ഈ ലീഡർഷിപ്പുകളുടെ യൂണിറ്റിയാണ് തീർച്ചയായിട്ടും നമ്മുടെ എല്ലാം ഈ വലിയ വലിയ ലെവലുകൾക്ക് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ടതും പഠിപ്പിക്കേണ്ടതുമായിട്ടുള്ള കാര്യമാണ് ബി എ പ്രസന്റർ. ധാരാളം പ്രസന്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങളുടെ പല ബിസിനസ് ഓർഗനൈസേഷനും ശക്തമായിട്ട് വളരണമെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ഏറ്റവും കൂടുതൽ ഇൻവോൾവ്മെന്റ് നിങ്ങൾ നടത്തിക്കൊണ്ടിരുന്നാൽ നിങ്ങളുടെ ബിസിനസ് വർക്ക് ചെയ്യില്ല. അവിടെ നിങ്ങളുടെ ഇൻവോൾവ്മെന്റിനോടൊപ്പം നിങ്ങൾ അവിടെ പ്രസന്റ് ചെയ്യുന്ന, സെൽഫായിട്ട് പ്രസന്റ് ചെയ്യുന്ന ആൾക്കാരുടെ നിരകൾ വർദ്ധിപ്പിക്കണം. എങ്കില് നിങ്ങളുടെ ആബ്സെൻസിൽ ഒരു ഓർഗനൈസേഷൻ മൂല്യം. അതുകൊണ്ട് പ്രസന്ററെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഈ ബിസിനസ്സിൽ ഏറ്റവും വലിയൊരു കാര്യമാണ്. ഒരു ഹോം മീറ്റിങ്ങോ 1-to-1 നടത്തുന്നുണ്ടെങ്കിൽ അവരുടെ കൂട്ടത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ അവരെ ധരിപ്പിക്കേണ്ട ഒരു കാര്യം, അവരെ പഠിപ്പിക്കേണ്ട ഒരു കാര്യം, അവരുടെ ഡയറിയിൽ നിങ്ങളുടെ പ്രസന്റേഷൻ എഴുതിയെടുക്കാൻ നിങ്ങൾ ആവശ്യപ്പെടണം. പല ആവർത്തി അവർ പ്രസന്റേഷൻ എഴുതിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും അവർക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും. ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടർ ഞാനെല്ലാം ചെയ്യിച്ചുകൊണ്ടിരിക്കുന്ന മാക്സിമം പോയ 10 ഡേയ്സ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൂടെ പിന്നെ പ്ലാൻ എടുക്കാൻ നമ്മൾ പോകുന്ന യാതൊരു മീനിങ്ങില്ല. അപ്പോഴത്തേക്ക് ആ വ്യക്തിയെ നമ്മൾ പ്ലാൻ പഠിപ്പിച്ചിരിക്കണം. നമുക്കൊരു പ്രസന്ററെ ക്രിയേറ്റ് എന്നുള്ള ഒരു ബിസിനസ്സിലെ സെക്യൂർ ആയിട്ടുള്ള ഒരു പാർട്ട്. ബി എ പ്രസന്റർ, അതോടൊപ്പം തന്നെ ബി എ പ്രൊമോട്ടർ. ഒരു നല്ല ലീഡറുടെ 2 പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് ബി എ പ്രസന്റർ, ബി എ പ്രൊമോട്ടർ. ഏത് ഫംഗ്ഷൻ പ്രൊമോട്ട് ചെയ്ത ആൾക്കാരെ കയറ്റിയിരുത്താനായിട്ട് സാധിക്കും. എനിക്കിത് കേരളത്തിലെ ധാരാളം ലീഡേഴ്സിനെ അറിയാം. ഇവരെല്ലാം ഒരു ഫംഗ്ഷൻ വന്നാൽ 100 കണക്കിന് ആൾക്കാരെ പമ്പ് ചെയ്ത ഫംഗ്ഷനിലേക്ക് കയറ്റിയിട്ട്. കാരണം അവിടുത്തെ സ്പീക്കറെ പോലെ സംസാരിക്കാൻ ഈ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഡിസ്ട്രിബ്യൂട്ടറെ കയറ്റിയിരുത്തിയാൽ അവിടുത്തെ സ്പീക്കർ പറയുന്ന എല്ലാ കാര്യങ്ങളും ഈ പുതിയ ആൾക്കാരെല്ലാം അറിയും.
അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രസന്റർ ആവുക, നല്ലൊരു പ്രൊമോട്ടർ ആവുക എന്നുള്ളതും ഈ ബിസിനസ്സിൽ നമ്മൾ പഠിക്കേണ്ടതും പഠിപ്പിക്കേണ്ടതുമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. പെർസെന്റേജിന്റെ ഒരു നിര ഉണ്ടാക്കിയെടുക്കാൻ അത് ഈ സിസ്റ്റം മുഴുവൻ യൂസ് ചെയ്യും. ഈ സിസ്റ്റം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ധാരാളം പെർസെന്റേജിനെ നമുക്ക് ഇത്തരത്തിൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് എനിക്ക് എടുത്തു നിങ്ങളോട് പറയാനുള്ള ഒരു പോയിന്റ്, ഈ ലേണബിൾ, ടീച്ചബിൾ, ഡ്യൂപ്ലിക്കേറ്റബിൾ ഈ മൂന്ന് പോയിന്റ്സുകളും വളരെ വലിയൊരു ടോപ്പിക്കാണ്. എന്റെ സമയക്കുറവ് കൂടെ ഞാൻ അതിന്റെ ഡീപ്പിലേക്ക് പോകുന്നില്ല. ഇത് നിങ്ങൾ എന്ത് ചെയ്യുന്നു അത് അങ്ങനെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ടതില്ല, നിങ്ങൾ സംസാരിക്കേണ്ടതില്ല. നാളെ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങൾ സംസാരിക്കേണ്ടത്, നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് എടുത്ത് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, ഇത്തരത്തിലുള്ള പെർസെന്റേജിനെ ക്രിയേറ്റ് ചെയ്യുക, നമ്മുടെ സിസ്റ്റത്തിന്റെ പാർട്ടിൽ നിന്നുകൊണ്ട് അവരെല്ലാം വളർത്തി വലുതാക്കുക. എന്തിനെന്ന് പറഞ്ഞാൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നത് ലോങ് ടൈം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഒരു 5 വർഷം 10 വർഷം ഈ ബിസിനസ് ബിൽഡ് ചെയ്തിട്ട് ഒരു റിട്ടയർമെന്റ് ലൈഫിന് വേണ്ടിയിട്ടായിരിക്കും ഒരു പക്ഷെ നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. ഞാൻ ഈ ബിസിനസ് ബിൽഡ് ചെയ്യുന്നത് അത്തരത്തിലുള്ള റിട്ടയർമെന്റ് ലൈഫിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ആബ്സെൻസിൽ ഇൻകം വരണം, ഈ ബിസിനസ്സിൽ ലിവറേജിംഗ് ഉണ്ടാവണം. മനസ്സിലാക്കാനുള്ള ഒരു പോയിന്റ്, ഇന്ന് എന്റെ താഴെ 100 കണക്കിന് ആൾക്കാർ പെർസെന്റേജ് ഉണ്ട്. ഒരു 10 ദിവസമോ 1 മാസമോ എനിക്ക് പ്രസന്റ് ചെയ്യാൻ സാധിച്ചില്ല, എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ലെങ്കിലും 100 കണക്കിന് ആൾക്കാർ എവരിഡേ ബിസിനസ് പ്രസന്റേഷൻ നടത്തുന്നതാണ് എന്റെ ബിസിനസിന്റെ സെക്യൂരിറ്റി എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത്തരത്തിലുള്ള ധാരാളം പ്രസന്റേഷനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം. സോ അത് ഈ സ്റ്റെപ്പ് നമ്പർ 10 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. സോ ഫൈനൽ പോയിന്റ്, സിസ്റ്റമാണ് ഈ ബിസിനസ് ഷോർട്ട് കട്ട്. നമ്മൾ ബിസിനസ്സിൽ ഷോർട്ട് കട്ട് ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന ധാരാളം ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. സിസ്റ്റമാണ് ഏറ്റവും വലിയ ഷോർട്ട് കട്ട്. സിസ്റ്റമാണ് ഷോർട്ട് കട്ടിലൂടെ നിങ്ങൾക്ക് ഒരു സക്സസ് ഉണ്ടാക്കി തരുന്നത്. സിസ്റ്റം വിട്ടിട്ട് നിങ്ങൾ ഷോർട്ട് കട്ടിലൂടെ പോയാൽ അതെനിക്കറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം വിജയിക്കാൻ പറ്റും. അത് ഒരു പക്ഷെ നിങ്ങൾ എന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഷോർട്ട് സർക്യൂട്ട്, അത് ചിലപ്പോൾ കറണ്ട് അടിക്കും. അതുകൊണ്ട് തന്നെ സിസ്റ്റം എന്ന് പറയുന്നുവോ, വിന്നിംഗ് ടീം എന്ന് പറയുന്നുവോ, ഈ വിന്നിംഗ് ടീം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേപടി ഫോളോ ചെയ്യാനുള്ള ഒരു മനസ്സ്, ഈ 10 സ്റ്റെപ്പുകൾ അതേപടി ഫോളോ ചെയ്യാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ എനിക്ക് 101% നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും. ഈ 2020 നിങ്ങൾ 1 lakh 2 lakh 3 lakh ഇൻകം എടുക്കുന്ന ആൾക്കാരായിട്ട് മാറും. ഞാനിത് പറയാനുള്ള ഒരു കാരണം, എന്നോട് പല ആൾക്കാരും പറഞ്ഞിട്ട് ഈ ബിസിനസ്സിൽ പെട്ടെന്ന് തെറ്റാണത്, സിസ്റ്റം ഉണ്ടെങ്കിൽ കിട്ടും. ഞാൻ ഈ ബിസിനസ്സിൽ വന്ന് 90 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്തപ്പം 75,000 മന്ത്ലി ഇൻകത്തിലെത്തിയാണ്. 5 മാസം കൊണ്ട് 1 ലക്ഷം മന്ത്ലി ഇൻകത്തിലേക്ക് എത്തിയതാണ്. സോ അതിനകത്ത് ക്വിക്ക് ഇൻകം ഒരു ബിസിനസ് ആണ്. ബട്ട് സിസ്റ്റത്തിലൂടെ ബിസിനസ് ബിൽഡ് ചെയ്താൽ, സിസ്റ്റത്തിലൂടെ അല്ല എങ്കിൽ നിങ്ങൾ എത്ര സമയം എടുത്താലും എനിക്കറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ബിസിനസ് ബിൽഡ് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് സിസ്റ്റമാണ് ഈ ബിസിനസ്സിലെ ഷോർട്ട് കട്ട്. ഈ ഷോർട്ട് കട്ടിലൂടെ ബിസിനസ് ബിൽഡ്